Hi, welcome back to another episode of my One Day One Stitch series. ഇന്ന് ഈ സീരീസിൽ നമ്മൾ സ്പ്ലിറ്റ് സ്റ്റിച്ച് പഠിക്കാം. വളരെ ബേസിക് ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണിത്. അപ്പോൾ ഈ സ്റ്റിച്ചിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റിച്ച് നീഡിലുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്യുക എന്നതാണ്. അതിനാദ്യം നമ്മൾ ഒരു സ്റ്റിച്ച് എടുക്കണം. ലൈക്ക് നമ്മൾ ബാക്ക് സ്റ്റിച്ചിനൊക്കെ ഫസ്റ്റ് സ്റ്റിച്ച് എടുത്തില്ലേ അതുപോലെ. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ അടിഭാഗത്ത് നിന്ന് അതിൻ്റെ സെൻറ്ററിലായി സൂചി കുത്തിയിട്ട് സൂചി മുകളിലോട്ട് വലിക്കണം. അപ്പം നമ്മൾ സ്റ്റിച്ചിൻ്റെ ശരിക്കും സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് മുകളിലോട്ട് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് സ്റ്റിച്ച് എന്ന് വിളിക്കുന്നത്. ഇനി ഈ പ്രോസസ്സ് ഒന്ന് കണ്ടിന്യൂ ചെയ്യുക. അതായത് എപ്പോഴും സൂചി മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ മുമ്പിലത്തെ സ്റ്റിച്ച്, അതായത് തൊട്ട് മുമ്പിലത്തെ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലേക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് സ്റ്റിച്ച് റെഡിയാക്കി എടുക്കാം. ഒരു ഫ്ലോലെസ് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് എഫക്റ്റ് കിട്ടാനാണ് നമ്മളധികം ഈ സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഔട്ട്ലൈനോ കർവൊക്കെ ചെയ്യുമ്പോൾ, അതായത് നമ്മളെ പാറ്റേൺസിൽ ഒരുപാട് കർവ്സും കോർണേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ സ്പ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കർവ് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഷോർട്ട് സ്പ്ലിറ്റ് സ്റ്റിച്ച് എടുക്കണം. അതായത് അതിൻ്റെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് ചെറിയ ലെങ്ത്തിൽ സ്റ്റിച്ച് എടുക്കാൻ നോക്കണം. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കണ്ടിന്യൂസ് സ്റ്റിച്ച് കിട്ടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ.